നാം ഭാരതീയരെല്ലാം തികഞ്ഞ ദേശസ്നേഹികളും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയിൽ അഭിമാനിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ നാം നമ്മുടെ സൈന്യത്തെയും സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ സായുധ സേനകളുടെ ഘടനയും അതിലെ ഓഫീസർമാരുടെയും സാധാരണ പട്ടാളക്കാരൻ്റെയും റാങ്കുകളും ചുമതലകളും നമ്മളിൽ എത്ര പേർക്കറിയാം? ഇതിനെക്കുറിച്ചുള്ളൊരു പരമ്പരയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ആദ്യത്തെ ഈ വീഡിയോയിൽ ഇന്ത്യൻ ആർമിയുടെ ഘടനയെയും റാങ്കുകളെയും കുറിച്ച് നോക്കാം. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവ ചേരുന്നതാണ് ശക്തമായ ഇന്ത്യൻ സായുധ സേന. ഇത് ഭാരത സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. രാഷ്ട്രപതിയാണ് നമ്മുടെ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ. 1776 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കൊൽക്കത്ത ആസ്ഥാനമായി ഇന്ത്യൻ ആർമി രൂപീകരിച്ചത്. പിന്നീട് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ ബ്രിട്ടീഷ് പാറ്റേണിലുള്ള റാങ്കിംഗ് സിസ്റ്റം തന്നെ ഇന്ത്യൻ ആർമി പിന്തുടർന്നു പോന്നു. കമ്മീഷൻഡ് ഓഫീസർ, നോൺ കമ്മീഷൻഡ് ഓഫീസർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളാണ് ഇന്ത്യൻ സേനാദളങ്ങളിലുള്ളത്. ആർമിയിലെ നേതൃസ്ഥാനങ്ങളിലുള്ളവരാണ് കമ്മീഷൻഡ് ഓഫീസർമാർ. പ്ലറ്റൂൺ തൊട്ട് കമ്പനി, ബറ്റാലിയൻ, ബ്രിഗേഡ്, കോർപ്സ്, ഡിവിഷൻ ഇങ്ങനെ മുഴുവൻ ആർമിയെ തന്നെയും നയിക്കുന്നവർ ഇവരാണ്. ആർമി ഓഫീസർമാരുടെ യൂണിഫോമിലുള്ള അടയാളങ്ങൾക്ക് ഇൻസിഗ്നിയ എന്നാണ് പറയുക. ആർമി ഇൻസിഗ്നിയയിലൂടെ ഇവരുടെ റാങ്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. ലഫ്റ്റനൻറ്റിന് ഷോൾഡറിൽ 2 5 പോയിൻറ്റഡ് സ്റ്റാർ ഉണ്ടായിരിക്കും. ഇന്ത്യൻ ആർമിയിലെ ഒരു കമ്മീഷൻഡ് ഓഫീസർ ലഫ്റ്റനൻറ്റ് റാങ്കിലാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. ക്യാപ്റ്റൻ്റെ ഷോൾഡറിൽ 3 സ്റ്റാർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം മേജറിൻ്റെ ഷോൾഡറിൽ ഒരു നാഷണൽ എംബ്ലം മാത്രമേ ഉണ്ടാകൂ. 1 സ്റ്റാറും നാഷണൽ എംബ്ലവും ഉണ്ടെങ്കിൽ അത് ലഫ്റ്റനൻറ്റ് കേണലാണ്. കേണലിന് 2 സ്റ്റാറും നാഷണൽ എംബ്ലവും ഉണ്ടാകും. ഇന്ത്യൻ ആർമിയിലെ ഓഫീസർമാരെ തുടർച്ചയായി വിവിധ കോഴ്സുകളിലൂടെയും പ്രകടനങ്ങളിലെ വിലയിരുത്തലുകളിലൂടെയും ആണ് നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും നൽകുന്നത്. ഇനിയുള്ളവരാണ് സ്റ്റാർ ഇൻസിഗ്നിയയിൽപ്പെടുന്നവർ. സ്റ്റാർ റാങ്കിൽ ആദ്യത്തേത് ബ്രിഗേഡിയർ സാബാണ്. സിംഗിൾ സ്റ്റാർ റാങ്കാണ് അദ്ദേഹത്തിന്. കൂടാതെ ഷോൾഡറിൽ 3 5 പോയിൻറ്റഡ് സ്റ്റാറും നാഷണൽ എംബ്ലവും ഉണ്ടാവും. മേജർ ജനറൽ 2 സ്റ്റാർ റാങ്കുള്ളയാളാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ 1 സ്റ്റാറും ഒരു ക്രോസ് ബാറ്റണും സേബറും ഉണ്ടായിരിക്കും. ഇന്ത്യൻ ആർമിയിലെ 2ാമത്തെ ഉയർന്ന റാങ്കായ ലഫ്റ്റനൻറ്റ് ജനറൽ 3 സ്റ്റാർ റാങ്കാണ്. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഒരു നാഷണൽ എംബ്ലവും ഒരു ക്രോസ് ബാറ്റണും സേബറും ഉണ്ടാവും. ഇന്ത്യൻ ആർമി ചീഫായ ജനറൽ 4 സ്റ്റാർ റാങ്കുള്ളയാളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഒരു 5 പോയിൻറ്റഡ് സ്റ്റാർ, ഒരു നാഷണൽ എംബ്ലവും ഒരു ക്രോസ് ബാറ്റണും സേബറും ഉണ്ടായിരിക്കും. ഇതിനു മുകളിലാണ് ഫീൽഡ് മാർഷൽ. ഇതൊരു 5 പോയിൻറ്റഡ് സ്റ്റാർ റാങ്കാണ്. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഒരു നാഷണൽ എംബ്ലവും ഒരു ക്രോസ് പാറ്റേണും സേബറും ചുറ്റും താമരയുടെ റീത്തും ഉണ്ടാവും. ഇന്ത്യയിൽ ഇത് ഒരു ഹോണററി അല്ലെങ്കിൽ യുദ്ധസമയത്ത് നൽകപ്പെടുന്ന റാങ്കാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആകെ 2 പേർ മാത്രമാണ് ഫീൽഡ് മാർഷൽ റാങ്കിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തേത് ഫീൽഡ് മാർഷൽ KM കരിയപ്പ, പിന്നീട് ഫീൽഡ് മാർഷൽ സാം മനേക്ഷാ. ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസറായി ആർമിയിൽ പ്രവേശിക്കുന്നതിന് 12ാം ക്ലാസ്സിന് ശേഷം NDA അല്ലെങ്കിൽ ടെക്നിക്കൽ എൻട്രി സ്കീമിലൂടെ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഗ്രാജുവേഷന് ശേഷം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി അല്ലെങ്കിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ, അതുമല്ലെങ്കിൽ NCC സ്പെഷ്യൽ എൻട്രി എന്നിങ്ങനെ വിവിധ തരത്തിൽ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ആർമിയിലെ ശിപ്പായി അഥവാ സോൾജർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവരെയാണ് നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ റാങ്ക് താഴെ നിന്നും ഉള്ള ക്രമത്തിൽ നമുക്ക് നോക്കാം. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ജൂനിയർ റാങ്കാണ് ശിപ്പായി അല്ലെങ്കിൽ സോൾജർ. ശിപ്പായിൽ നിന്നും സ്ഥാനക്കയറ്റം ലഭിച്ചാൽ ലാൻസ് നായിക് ആകാം. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിന് താഴെ സിംഗിൾ ഷെവ്രോൺ ഉണ്ടായിരിക്കും. ഷോൾഡറിന് താഴെ 2 ഷെവ്രോൺ ഉള്ളയാൾ നായിക്കാണ്. അടുത്തത് ഹവിൽദാർ. പേർഷ്യയിൽ നിന്നും ഉടലെടുത്ത ഹവിൽദാർ എന്ന വാക്കിനർത്ഥം അധികാരി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിന് താഴെ 3 ഷെവ്രോൺ ഉണ്ടായിരിക്കും. ഇതുകൂടാതെ മറ്റൊരു വിഭാഗം കൂടിയുണ്ട്, JCO അഥവാ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ്. നോൺ കമ്മീഷൻ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് പ്രമോഷൻ നേടിയവരെയാണ് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്.
ഇവർ ക്ലാസ് ബി ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണ്. ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് റാങ്ക് നമുക്ക് നോക്കാം. നായിബ് സുബേദാർ. നായിബ് സുബേദാറിൻ്റെ ഷോൾഡറിൽ ഒരു 5 പോയിൻറ്റഡ് സ്റ്റാറും ഒരു സ്ട്രൈപ്പും ഉണ്ടാവും. 2 സ്റ്റാറും ഒരു സ്ട്രൈപ്പും ഉള്ളത് സുബേദാറാണ്. സുബേദാർ മേജറിൻ്റെ ഷോൾഡറിൽ ഒരു നാഷണൽ എംബ്ലവും ഒരു സ്ട്രൈപ്പും ഉണ്ടാവും. JCOമാരെ ഓഫീസർമാർ പോലും അവരുടെ പേര് വിളിക്കാറില്ല. പകരം സുബേദാർ സാഹിബ് എന്നാണ് സംബോധന ചെയ്യാറ്. നോൺ കമ്മീഷൻഡ് ഓഫീസർമാരായി ആർമിയിൽ ചേരുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 45% മാർക്കോടെ മെട്രിക്കുലേഷൻ അഥവാ 10ാം ക്ലാസ് പാസ്സായ അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏതൊക്കെ തരത്തിൽ ഇന്ത്യൻ ആർമിയിൽ പ്രവേശിക്കാമെന്നത് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. എന്നാൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമല്ല, സ്ഥാനക്കയറ്റം നൽകുമ്പോൾ പോലും അവരുടെ ജാതി, മതം, വിശ്വാസം എന്നിവയ്ക്ക് അതീതമായി തിരഞ്ഞെടുക്കുന്ന ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ഇന്ത്യൻ സായുധ സേന. ഇന്ത്യൻ ആർമിയിലെ വിവിധ റാങ്കുകളും ഇൻസിഗ്നിയയും ഈ വീഡിയോയിലൂടെ നാം കണ്ടു. അടുത്തതായി നമുക്ക് ഇന്ത്യൻ ആർമിയുടെ ഘടനയും അതിലെ ഓരോ റാങ്കും ആർമിയെ എങ്ങനെ നയിക്കുന്നു എന്നും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ജയ് ഹിന്ദ്.